എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ മിൽക്ക് ഷേക്കിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മാങ്ങയാണ്. ഈ മാങ്ങ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പാക്കറ്റിൽ വാങ്ങിയ മാങ്ങയാണ്. മാങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് പഴം ഒക്കെ എടുക്കാവുന്നതാണ്. പഴമാണെങ്കിൽ ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ ചേർക്കാം. പകരം പാലൊന്ന് ഫ്രീസ് ചെയ്തിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എത്രയാണോ മാങ്ങ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട്. നമ്മളിവിടെ 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കട്ടകളില്ലാതെ അടിച്ചെടുക്കാം. കുറച്ച് കട്ടയായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് എടുക്കുന്നത് നോക്കാം. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് എടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു നീളത്തിലുള്ള ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കാൻ പോകുന്നത് കപ്പലണ്ടിയാണ്. നന്നായിട്ട് വറുത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ അവൽ മിൽക്കൊക്കെ തയ്യാറാക്കുന്ന അതേ ഒരു രീതിയിലാണ്. പിന്നെ നമ്മൾ അവലിന് പകരം ഇതിൽ എടുക്കുന്നത് കോൺഫ്ലേക്സ് ആണ്. കോൺഫ്ലേക്സ് ചേർക്കുമ്പോൾ ഒരു ക്രഞ്ചി ആയിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടും. അതുപോലെ തന്നെ അവലിനെക്കാട്ടിലും ഒന്നുകൂടെ നല്ല ടേസ്റ്റുമാണ് കോൺഫ്ലേക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. കപ്പലണ്ടിയുടെ മുകളിലായിട്ട് കുറച്ച് കോൺഫ്ലേക്സ് നിരത്തി കൊടുക്കുക. വീണ്ടും കുറച്ച് കപ്പലണ്ടി. ഇതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും കോൺഫ്ലേക്സ്, വീണ്ടും കപ്പലണ്ടി, അങ്ങനെ ഗ്ലാസ് നിറയുന്നവരെ ഇടവിട്ട് ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലേക്സ് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ വീണ്ടും മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വെച്ചാൽ നല്ലൊരു ഭംഗിയുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഐസ്ക്രീം വെക്കുന്നത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലാതെ ഇങ്ങനെ കോൺഫ്ലേക്സ് വെച്ചിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ ഐസ്ക്രീം ഇല്ലാതെ ഇതുപോലെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയിട്ട് കോൺഫ്ലേക്സിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും അതുപോലെ തന്നെ ഒരു ചെറിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഷേക്കാണ് ഇത്. ഒരു നേരത്തെ ആഹാരം പോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഷേക്കാണ്. അപ്പോൾ ഈ ചൂടത്ത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്